കൂട്ടുകാരെ, ഞങ്ങളെ നമ്മളീ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദഹിക്കുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരു എത്ര ദിവസമായി? ഒരു 4 ദിവസമായി. 4 ദിവസം, ഏകദേശം ഒരു 4 ദിവസത്തോളമായിട്ട് നമ്മൾ അച്ഛൻ്റെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായൊരു സംഭവം. എന്താണെന്നുള്ള കാര്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയണം. അത് ഞങ്ങൾ തമ്മിൽ കുറേ നേരം ചർച്ച ചെയ്തിട്ടാണ്. എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല, എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്നൊക്കെ. സംഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചാൽ എന്തുണ്ടായെന്നുള്ളതൊക്കെ. അതായത് ഇപ്പം ഞങ്ങൾ നമ്മളെ നാട്ടിലല്ല, നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഏകദേശം തൃശ്ശൂരിനടുത്തുള്ളൊരു സ്ഥലത്താണ്. ഇവിടെയുള്ള ഒരു വീട് ഇവർ മൊത്തമായിട്ട് കരാറെടുത്തിട്ട് ആ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ രാത്രി സമയമാണെന്ന് ഞാൻ കാണിച്ചു തരട്ടാ. സമയം 11:05. രാത്രി 11:05 സമയം. ഇപ്പോൾ ഇവ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഇവൻ്റെ പഴയ റൂമാണ് അല്ലേ. പഴയ റൂമിൻ്റെ അടുക്കളയാണിത്. ഇതിൻ്റെ ഉള്ളിൽ റൂമുണ്ട്, ഇത് അടുക്കള. ഈ 2 റൂം മാത്രമേ ഉള്ളൂ ഇതിനുള്ളത്. പിന്നെ ഒരു ബാത്റൂം പുറത്തുണ്ട് അല്ലേ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഈ റൂമിൽ ഇപ്പോൾ അവിടെ ഒരു 3-4 ദിവസമായിട്ട് അവിടെയാണ്. ഇനി എന്ത് സംഭവം ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വീട് തേക്കാനൊരു വീട് കരാറെടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഹെൽപ്പർമാരാണ് ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ജോലി ചെയ്യല്. അതായത് ഈ തറയുടെ പാതകത്തിനൊക്കെ താഴ്ത്തിയിട്ട് അവിടെ തന്നെ നമുക്ക് തേപ്പ് തുടങ്ങാം. തറയുടെ സൈഡിൽ മൊത്തം മണ്ണയിക്കാരം. അത് പാതകത്തിനൊപ്പം താഴ്ത്താന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കുറച്ച് ഒന്ന് താഴ്ത്തണം. അതായത് ഇപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് ഏകദേശം അറിയാം, ഈ പറയുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ സ്കിപ്പായി പോകും അല്ലേ. എന്നാലും മാക്സിമം ഓർമ്മ വരുന്നതനുസരിച്ച് പറയും, പെട്ടെന്ന് അത് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ അങ്ങനെ ഒരു കല്ലിനോളം താഴ്ത്തണം പാതകം കാണുന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ കുഴിയെടുക്കുകയാണ്. കുഴിയെടുക്കണം. സാധാരണ ഹെൽപ്പർമാരെ കൊണ്ട് ഞാൻ ചെയ്യിക്കല്. അപ്പോൾ അവർ ധൃതി പണി വേറെന്തോ സിമെൻറ്റ് കൂട്ടുന്ന പണിയൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ തന്നെ അങ്ങോട്ട് വിക്കാസത്ത് കളച്ച്. ഞാനിതിങ്ങനെ കളച്ച് പോകുന്നതിൽ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു. ഇത് വീടിൻ്റെ പുറത്താണ്? വീടിൻ്റെ പുറത്താണ്. വീട് ഈ തറയോട് ചാരിട്ടാണ്, വീടിൻ്റെ തറ ഉണ്ടാവുള്ളൂ, അതിനോട് ചാരിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു, ടയച്ചൊരു സൗണ്ട് കേട്ടു. ഞാൻ എന്താണെന്ന് വെച്ചിട്ട് നോക്കിയോ, വല്ല കല്ലോ അല്ലെങ്കിൽ വല്ല കുപ്പിയോ പൊട്ടിയോ പോലെ എനിക്ക് തോന്നിയിട്ടു. ഞാൻ പതുക്കെ ഒന്ന് മാന്തി നോക്കിയപ്പോഴില്ലേ, ഒരു കുടുക്കുണ്ട്. പക്ഷെ ഞാൻ പേടിച്ചതല്ല. കുടുക്ക കണ്ടാൽ നമുക്ക് സാധാരണ വീട്ടിലെ കുടുക്ക, ചട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കരുതാം. പക്ഷേ ഇത് പൊട്ടിയപ്പോൾ അതിനൊരു ചുവന്ന കളർ, ബ്ലഡ് പോലെ, കറക്റ്റ് ചോര പോലെ തോന്നി. കറക്റ്റ് ചോര തന്നെ. കറക്റ്റ് ചോര എന്ന് പറഞ്ഞാൽ ആ സൈഡിലൊക്കെ തെറിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ നോക്കുമ്പോൾ എൻ്റെ തുണിയിലടക്കണ്ടായിരുന്നത്. വികാസ് കറക്റ്റ് മൂവി കൊണ്ട്. വികാസ് കറക്റ്റായിട്ട് കൊണ്ട്. ഈ ചോര ഇത് കാണലും ഈ രക്തം കണ്ടേ ഞാൻ ഒന്നിട്ട് കാളി. എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മളൊരു പേടിക്കലുണ്ടാവുമല്ലോ. എന്തിനാ അങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് കണ്ടപ്പോഴാണ് പെട്ടെന്ന് ചോര തന്നെയാണെന്ന്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ചട്ടിയാണല്ലോ, നമ്മൾ വലിയ ചട്ടിയല്ല, ചെറിയ ചട്ടിയാണ്. ഏകദേശം എത്ര എളുപ്പമുണ്ടാവും? ഏകദേശം ഒരു നമ്മൾ ഈ സാധാരണ ഈ ചിത കൊണ്ടുപോണ അങ്ങനത്തെ ഒരു ചട്ടിയാണ്. അതിന് ചുവന്ന കെട്ടുണ്ടായിരുന്നു തലക്ക്, ഏറ്റവും മുകളിൽ. കുറെ കാലമുള്ള ഇത് കണ്ടിട്ട് കുറച്ച് പഴക്കമുണ്ട്. പക്ഷെ ഇതിൽ ചട്ടിക്ക് നല്ല പഴക്കമുണ്ടെങ്കിലും തുണിക്കൊന്നും ഒരു കോട്ടമില്ല, ഒരു കേടുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ചട്ടി കളറ് മാറി മണ്ണ് കിടന്നിട്ടോ. പക്ഷെ വലിയ പഴക്കം ഉണ്ടാവില്ല ഇത്. പക്ഷെ എന്നാൽ ഈ തുണി ദ്രവിച്ചു പോലെ. അതാണ് തുണി ദ്രവിച്ചു കാണാനല്ലേ. അതെ, അത് പോയിട്ടില്ല, തുണിയുണ്ട്. എന്നിട്ട് അപ്പോൾ പിന്നെ അതെന്ന് വെച്ചാൽ ഈ തറൻ്റെ സൈഡിലാവുമ്പോൾ ഈ മണ്ണ് കൊടുന്നിടുമ്പോൾ അങ്ങനെ പെട്ടതാണോ, ഞാൻ ആരെയും കൊണ്ട് കുഴിച്ചിട്ടതാണോ? ഏകദേശം എത്ര താഴ്ത്തിണ്ടാവും? ഏകദേശം ഒരു ഇത്രത്തോളം താഴ്ച.
നമ്മളൊരു ഒരു ഒന്നര കല്ല് താഴ്ച നമ്മൾ രണ്ട് വരി തറയും ഒരു കല്ലിന് പകരം ബെൽറ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ ബെൽറ്റും ഒരു അരക്കല്ല് എനിക്ക് കാണുന്നുള്ളൂ, പിന്നെ ഒരു ഒന്നര കല്ലിന് താഴ്ത്തണം അടി. അങ്ങനെ താഴ്ത്തിയതാണ്. ഇത് കണ്ടു ഒറ്റ കാള കണക്കാണ്, പേടിച്ച്. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു ഈ സംഭവം ഇവത് കണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നിട്ടാ, ഇങ്ങനെ ഒരു സംഭവം ഇത് കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അത് പോട്ടെ, ജസ്റ്റ് എന്നിട്ട് ഇത് മുഴുവനാക്കിയില്ലട്ടാ, പണി മുഴുവനാക്കാതെ അതിൻ്റെ കുറച്ച് പുറത്ത് നേരെ മണ്ണിട്ട് മൂടിയിട്ട് നേരെ പുറത്ത് തുടങ്ങിയില്ലേ. അതായത് ഈ സംഭവത്തിന് അടി കൊണ്ടപ്പോൾ തന്നെ ഇത് പൊട്ടിയിട്ട് അതിന് ഒരു കളറ് വന്നപ്പോൾ തന്നെ ആരായാലും കാണുമ്പോൾ ഒന്ന് പേടിക്കും പെട്ടെന്ന്. കാരണം അങ്ങനത്തെ കളറും തെറിക്കണ ആ ചോര പോലത്തെ ഒരു സാധനം ചിലപ്പോൾ കളവും പോലത്തെ എന്തെങ്കിലും കലക്കി മിക്സ് ആയതാവും, ചിലപ്പോൾ ഇങ്ങോട്ട് തെറിച്ച സമയത്ത് എന്തായാലും പേടിക്കും. ഒന്ന് ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ മുകളിൽ നേരെ മണ്ണിട്ട്, കാരണം അവിടെ നിർത്താൻ പറ്റുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാർ ചിലപ്പോൾ പേടിക്കും. അപ്പോൾ എന്ത് ചെയ്ത് അതിൻ്റെ മേലെ മുകളിൽ മണ്ണിട്ടിട്ട് ആ കുഴി കുറച്ച് പുറത്തേക്ക് ആക്കിയിട്ട് അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇതൊന്നും ചെയ്ത് ഞാനല്ല, അങ്ങനെയുള്ളെന്ന് പറഞ്ഞ്. അതെ, അതായത് ഇവ മണ്ണിട്ട് വരെ മറ്റൊരാൾ വെച്ചിട്ട് അത് ചെയ്യിപ്പിച്ചു. ഞാനത് കണ്ടപ്പോൾ പേടിച്ചല്ലോ. ഇത് ഓരോട് പറഞ്ഞ മറ്റൊരാളോട് പറഞ്ഞ മറ്റൊരു കാണിച്ചു കൊടുത്തു. ഞാൻ എല്ലാവരും കൂടി വിളിച്ചില്ല, കൂട്ടത്തുനിന്ന് ഒരാളെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു. ബംഗാളിനെ ഓൽക്കാവുമ്പോൾ കുറച്ച് ധൈര്യം ഉണ്ടല്ലോ അവർക്ക്. ഞാൻ പറഞ്ഞു ആരും അറിയണ്ട, പതുക്കെ മാറ്റി കുഴിച്ചിട്ട് അവിടെ തന്നെ മാറ്റിയിട്ടേക്ക്, മണ്ണിട്ട് മുടിക്കുക. അത് അവിടെ തന്നെ ഉണ്ട്, പോയിട്ടൊന്നുമില്ല, പൊട്ടിയിരുന്നു. ഞാനത് മാറ്റി. കാരണം ഇനിയിപ്പോൾ വീട്ടുകാർ കണ്ട് ഞാൻ സീനാവണ്ടല്ലോ. ഈ പണി ഒപ്പമുള്ളവരാണെങ്കിലും പെട്ടെന്ന് പേടിച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോടും പറഞ്ഞില്ല. അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നല്ല പ്രശ്നം. അങ്ങനെ അവിടുന്ന് പോന്നിട്ട് ഇപ്പോൾ ഏകദേശം 4 ദിവസമായി. ഇന്നത്തേക്ക് കറക്റ്റ് 5-ാമത്തെ ദിവസമല്ലേ, 4 ദിവസം കഴിഞ്ഞ്. അതിന് ശേഷം എത്ര വട്ടം സ്വപ്നം കണ്ടെന്ന് വെച്ചാൽ എല്ലാ ദിവസവും സ്വപ്നം കണ്ടുണ്ടാതോ? ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നിട്ടില്ല, ഉറങ്ങാൻ പറ്റിയിട്ടേ ഇല്ല. അന്ന് തന്നെ അന്ന് ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കായിട്ടാണ് കിടന്നത്, ഈ റൂമിൽ ഒറ്റയ്ക്കാണ് അന്ന് കിടന്നത്. അന്ന് എനിക്ക് ഒരു പൊടിക്കും ഉറങ്ങാൻ പറ്റണില്ല. ഞാനിങ്ങനെ നീച്ചിരിക്കും കിടക്കും, കണ്ണിൽ ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റണില്ല. ഉറക്കം വന്നിട്ട് കണ്ണിങ്ങനെ ആവുന്നുണ്ട്, പക്ഷെ കിടന്നാലോ ഒരു യാതി പൊറുതികളും കാര്യങ്ങളൊക്കെ ആകെപ്പാടെ. വയറ്റുന്നൊക്കെ എന്തോ ഒരു ഉരുണ്ട് കയറ്റം പോലെ, എങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ നേരം വെളുപ്പിച്ചു, എങ്ങനെയൊക്കെയോ നേരം വിളിച്ചു. പിന്നെ പകൽ കിടന്നിട്ടാണ് ഞാൻ ഉറങ്ങിയത്. അന്ന് ആ പകൽ കിടന്നിട്ട് ആ ഉറങ്ങുന്ന ഉറക്കത്തിലാണ് ഞാൻ ഈ സ്വപ്നം കാണുന്നത്. പകലാണ് ആ പച്ച പകല്. രാത്രി ഉറങ്ങാൻ പറ്റിയില്ലല്ലോ. അന്ന് പിറ്റേന്ന് പണി ലീവാക്കി, കാരണം ഉറങ്ങാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സീനാണല്ലോ. അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ പകല് കിടന്നു. ഇവിടെ തന്നെ കിടന്നിട്ടുള്ളൂ. ഇവിടെ തന്നെ കിടന്നു. ഇവിടെ പറഞ്ഞാൽ ഞങ്ങളെ റൂമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടെ. ആ റൂമിൽ കിടന്നിട്ട് ഉറങ്ങിയിട്ട് അപ്പോഴാണ് ഞാൻ ഈ സ്വപ്നങ്ങൾ കാണുന്നത്. സ്വപ്നം കാണുന്നത് പറഞ്ഞാൽ ആദ്യം എന്താണ് കണ്ടത്? ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വീടും ഈ പരിസരമൊക്കെയാണ് കാണുന്നത് മൊത്തത്തിൽ. അതായത് ഈ വീടല്ല, മറ്റേ വീടല്ല. ഈ വീടല്ല, ഞാൻ പണിയെടുക്കുന്ന വീട്, അതാണ് കാണുന്നത്. പക്ഷേങ്കിൽ ആ വീട് അവിടെ ഇല്ല. വീട് സ്ഥലം ഫുള്ളായി ഇങ്ങനെ പരന്ന് കിടക്കുക. പക്ഷേങ്കിൽ അതിന് മുമ്പ് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം ഉണ്ടല്ലോ, ഇതിന് ഞാൻ എണീറ്റ് ഞാനിങ്ങനെ നടന്നിങ്ങനെ പോവാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനോട് ഏകദേശം അടുത്തെത്തിയപ്പോൾ ആരോ എന്നോട് പറഞ്ഞ പോലെ, അങ്ങോട്ട് പോകണ്ടട്ടോ, അങ്ങോട്ട് പോകരുത്. കേൾക്കാൻ എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, ഇത് അനുഭവിച്ചതിൻ്റെ എത്രയൊക്കെ. അങ്ങോട്ട് പോകരുത് പറഞ്ഞു. ഞാനാളെ നോക്കി ഒന്ന് ചിരിച്ച് ഞാനൊന്ന് ആളെ നോക്കി, പേടിച്ച ആളാണ് ഞാൻ ഇയാളെ നോക്കി ഒരു ചിരി. പക്ഷെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു സ്റ്റെപ്പ് കൊണ്ട് വെച്ച് അതിനടുത്തെത്തും.
അപ്പോഴാണ് എൻ്റെ ഒരുപാട് ആൾക്കാർ പറയാം, അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോകരുത്, ഉച്ചത്തിൽ എൻ്റെ ചെവിയിലിങ്ങനെ അലയടിക്കുക. ഓ, എന്തൊക്കെയാ എനിക്കത് ഇതൊക്കെ കേട്ടിട്ട് എന്താ ചെയ്യേണ്ടത് എനിക്ക് ഇങ്ങോട്ട് മൈൻഡേ ഇല്ല. ഈ പറയുന്ന ആൾക്കാർക്ക് ശ്രദ്ധയെ പോണില്ല. ഞാൻ അതിൻ്റെ അടുത്ത് എത്തിയ ആ സാധനത്തിൻ്റെ ആ ഏകദേശം ഇതിൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്ത് ഈ പറമ്പൊക്കെ എടുത്ത് ഈ പറമ്പിലേക്ക് എത്തിയപ്പോഴാണ് ഭയങ്കരമായിട്ട് സൗണ്ട്, അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോകരുത്, ഭയങ്കരമായിട്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കണില്ല. എന്നാൽ എൻ്റെ ചെവിയിൽ ഇത് ഞാൻ അലയടിക്കണമെന്നുണ്ട്. എനിക്ക് അങ്ങോട്ടൊന്നും ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. എന്നെ ആരോ വലിച്ചു കൊണ്ടുപോകണ പോലെ അബ്ദുള്ളക്ക് വലിച്ചു കൊണ്ടുപോവാ. അങ്ങനെ ഞാൻ അവിടെ ചെന്നിങ്ങനെ നോക്കുമ്പോൾ ഞാൻ എത്തി നിൽക്കണത് അവിടെ ഞാൻ പണിയെടുത്ത ഈ പറമ്പിലല്ല. ആ പറമ്പ് ഒരു ശവപ്പറമ്പ, ശ്മശാന മൊത്തത്തിൽ. അതാണ് ഫസ്റ്റ് ദിവസം കണ്ട സ്വപ്നം. ആ ഫസ്റ്റ് ദിവസം കണ്ട സ്വപ്നം. എന്നിട്ട് മൊത്തത്തിൽ ശവപ്പറമ്പ ഇതിലൊക്കെ ഞാൻ എത്തിയെന്ന്. അങ്ങനെ ഈ ശവപ്പറമ്പ് കണ്ട് ഞാൻ അങ്ങനെ നോക്കി, അവിടെ വീടവിടെ, പണിയെടുക്കുന്ന വീടവിടെ, ഈ ഞാൻ കണ്ട ഈ ചട്ടി എടുക്കണ സ്ഥലം അവിടെ ഒക്കെ നോക്കി. ചട്ടിക്കണ സ്ഥലത്തിന് അങ്ങോട്ട് എത്താൻ പറ്റി? പിന്നെ ഇല്ല, അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീട് കാണണമല്ലോ. പക്ഷെ വീട് കാണുന്നില്ല. മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പാണ്. മൊത്തത്തിൽ ആകെ പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഈ ഇതൊക്കെ അവിടെ കണ്ടപ്പോൾ പിന്നെ ഈ സൗണ്ട് കേട്ടല്ലോ, അങ്ങോട്ട് പോകരുത് പോരുന്ന സൗണ്ട്. ഈ സൗണ്ട് പിന്നെ എനിക്ക് ഫ്രണ്ടിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കേൾക്കണവർ, എന്തൊക്കെയോ പറയണമെന്ന് എനിക്ക് പറയാൻ പറ്റണില്ല. അങ്ങനെ വെച്ചാൽ ഈ സൗണ്ടിൻ്റെ ഇതിലിങ്ങനെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് പിന്നെ അത് അടുത്ത് വന്നിട്ട് ചെവിയിലേക്ക് ഞാൻ അങ്ങനെ ചെവി പൊത്തി ഇങ്ങനെ പിടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അണിഞ്ഞിട്ട് വന്ന് ഉറക്കുന്നു. അന്നിട്ട് പഠിക്കുക ഇല്ല, ഞാനൊന്നും പോയിട്ടില്ല. പിന്നെ അവിടുന്ന് അങ്ങനെ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പേടി, പകൽ കിടന്നുറങ്ങാം, രാത്രി ഇതേപോലെ തന്നെ നീച്ച നടക്കുക. കാരണം രാത്രി എനിക്ക് അന്ന് ഉറക്കം കിട്ടിയില്ല, പിന്നെ എനിക്ക് ഉറക്കം വരായില്ല. പക്ഷെ ഞാൻ ഉറങ്ങില്ല, രാത്രി എനിക്ക് ഉറങ്ങാൻ പേടിയാണ്. കാരണം ഈ സ്വപ്നം പിന്നെ ഞാൻ കടന്നു വന്നാൽ ഞാൻ അങ്ങനെ എണീറ്റ് പോകുന്നുള്ള ഒരു പേടി, രാത്രി അങ്ങനെ എണീറ്റ് പോകുന്നത്. സത്യത്തിൽ ഈ ഒരു സംഭവം ആദ്യം ഉണ്ടായെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഈ സ്വപ്നത്തിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഞാനും സിദ്ധി ഉണ്ണിയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു. അതായത് നമ്മൾ പണ്ട് കുറേ കാലം മുന്നേ നമ്മളെ മറ്റേ കുളത്തുനിന്ന് സാധനങ്ങൾ എന്തൊക്കെ എടുത്തിരുന്നത്, അത്രയും വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമുക്കൊന്നും ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ അന്ന് എടുത്തിട്ടില്ല, പക്ഷെ ഞങ്ങളെല്ലാവരും എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ ഈ ഒരു സാധനത്തിന്മേൽ പോയി തൊട്ടോണ്ട് ചിലപ്പോൾ മനസ്സിന് പേടിയാവും. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം, അതായത് ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസം തുടർച്ചയായിട്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ പിന്നെ വന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലേതും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ നമുക്കെന്താ വെച്ചാൽ എല്ലേതും അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ വെറുതെ പറയണമെന്നുള്ളത്. ഓരോരോ തെളിവുകളായിട്ട് ഞങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈ പണിയെടുക്കുന്ന വീട്ടിൽ ഞങ്ങൾ നേരിട്ട് പോയിട്ട് ആ സാധനം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഞങ്ങൾ നാളെ കാണിച്ചു തരാം. നമുക്ക് അതൊന്നും എടുക്കും പോയിട്ടില്ല, അതവിടെ തന്നെ ഉണ്ട്. അതവിടെ തന്നെ ഉണ്ടാവും. അത് ഏകദേശം കാണുമ്പോൾ തന്നെ അവർക്ക്, അതായത് ഞാൻ പോയി നോക്കിയപ്പോൾ ആ സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് പണി കഴിഞ്ഞിട്ടില്ല. അതായത് ഇപ്പം ഇന്ന് 5ാമത്തെ ദിവസമായിട്ടുള്ളൂ. ആ വേസ്റ്റ് കുഴി എടുത്തിട്ട് അപ്പുറത്തെ സൈഡ് നേരെ മണ്ണിട്ട് മൂടിയ അവസ്ഥയിൽ തന്നെയാണ്. സ്ലാബ് വറക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളൂ, സ്ലാബ് സെറ്റായിട്ടില്ല. സ്ലാബ് സെറ്റായാൽ മാത്രമാണ് സ്ലാബ് ഇട്ട് മൂടലുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സ്ലാബ് ഇട്ട് മൂടുന്നതായിട്ടുള്ള ഒരു ടൈമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ മാക്സിമം കാണിച്ചു തരാൻ പറ്റുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. പിന്നീട് നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ. അപ്പോൾ ഇത് നമുക്കെല്ലാം കൂടി 8 വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരില്ല കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഇട്ട് ഞങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ ആലോചിച്ച് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് നല്ല പോലെ നല്ല സ്വപ്നങ്ങൾ കണ്ടൊന്ന് ഉറങ്ങണം എന്നുണ്ട് എനിക്ക്.
അതിനൊരു പ്രതിവിധി കൂടി. മിക്കവാറും പേടിച്ചിട്ട് തന്നെ ആവും. നമുക്ക് ആ സൈക്കാട്രിസ്റ്റിനെ കണ്ടാൽ ഞാൻ പേടിക്കാറുണ്ട്. ഒരുപാട് സംഭവങ്ങൾ കണ്ട് പെട്ടെന്നുള്ള പല സൗണ്ടുകളും കേട്ട് ഞാൻ പേടിക്കാറുണ്ട്. പക്ഷേ ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഈ പേടി ഞാൻ ഈ പേടിച്ച സാധനം എന്നെ പിന്തുടരുന്നു എന്നിട്ടുള്ള ഈ പേടിയുണ്ടല്ലോ. അതാണ് നിങ്ങൾ ഫസ്റ്റത്തെ ഈ ഒരു കാര്യം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് 3 അനുഭവങ്ങൾ വേറെ ഉണ്ടായി. ഒരുപാട് പറയാൻ ഒരുപാട്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഈ രോമാഞ്ചം പോലത്തെ സാധനം ഉണ്ടല്ലോ. എൻ്റെ കൈ എപ്പോഴോതാ ഞാനിത് പറഞ്ഞു തുടങ്ങിയപ്പോൾ. ഇപ്പോൾ ഞങ്ങൾ ഈ 11 മണിക്ക് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഉറക്കം കിട്ടുന്നില്ല പറഞ്ഞിട്ട് ഞങ്ങൾ വന്നാണ്. അപ്പം കിടക്കണം എന്താ വെച്ചാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമിലാണ്. ഇപ്പോൾ ഞാനുണ്ട്, ഞങ്ങൾ രണ്ടാളും തന്നെ ഉള്ളൂ. നാളെ ഉണ്ണി ഇങ്ങോട്ട് എത്താറുണ്ട്. അപ്പോൾ നാളെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയിട്ട് എന്താണ് പ്ലാൻ നമുക്ക് ഒന്ന് ആലോചിക്കാണ്ട് അല്ലേ. ഇന്നിപ്പോൾ ഞാനും കൂടെ അവൻ്റെ കൂടെ ഇവിടെ കിടക്കുന്നുണ്ട്. ഉണ്ണി പോയതാണ് കഴിച്ചത് അന്ന്. ഉണ്ണി ഇവിടെ പണിക്കുണ്ടായിരുന്നു ഇവർ കൂടെ. പക്ഷേ ഉണ്ണി ഒരു 4-5 ദിവസം മുന്നേ ഇവിടുന്ന് പോയി. അന്നാണ് കറക്റ്റ് ഇവനെ ഇത് പറ്റിയതും ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചു. അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ട് എത്തട്ടെ. അതിന് മുന്നേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അതായത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അതായത് വെറും തള്ളാണ് അങ്ങനെ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാം. കാരണം നമ്മളിത് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പറയും ഇത് 2025 MDMA ആണ്, അതാണ് ഇതാണ് കഞ്ചാവാണെന്നൊക്കെ പറയും. പക്ഷേ ഇതിൽ സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ എന്തായാലും ഉണ്ടാവും. കാരണം നമ്മൾ പണ്ട് കുളത്തുനിന്ന് സാധനങ്ങൾ എടുത്തപ്പോഴും കുറേ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു അത് ചെയ്യരുത്, അത് വളരെ വേറെ രീതിയിലുള്ള സംഭവമാണെന്നൊക്കെ കുറേ പേര് അതിന് വിശ്വാസമുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കത് അന്നത്തെ ഒരു ആവശ്യമായതുകൊണ്ട് മാത്രമാണ്. അന്നും ഞങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഒന്നിനെയും കളിയാക്കുക അല്ലാണെങ്കിൽ തെറ്റാണോ ഒന്നും പറയണില്ല. ആ ഒരു സ്ഥലത്ത് കുറേ ആൾക്കാരിലുണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസം മാറ്റിയെടുക്കുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഞങ്ങൾ അറിയാതെ പോയി പെട്ടൊരു സംഭവമാണ്. വേണച്ചിട്ട് ചെയ്തതല്ല, പക്ഷേ ഇപ്പോൾ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇതിലാണ് തോന്നലാവാനാണ് സാധ്യത. ഈ ഒരു അനുഭവം മാത്രമല്ല, അനുഭവങ്ങൾ വേറെയുണ്ട്. വേറെയുണ്ട്, സ്വപ്നം മാത്രമല്ല അനുഭവം. ഓക്കെ, അതപ്പോൾ ഞങ്ങൾ നാളെ ഇതിൻ്റെ 2ാമത്തെ പാർട്ടിയായിട്ട് വരും അല്ലേ. എൻ്റെ പേര് ഹരി, ഇത് ഹാരിസ്. വീണ്ടും വരും. ബൈ ഫ്രം കരക്കടം ബ്ലോഗേഴ്സ്.